സ്വന്തം പേരിൽ തന്നെ കേസുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന മുഖ്യമന്ത്രിക്ക് ഇരുട്ടടിയായിട്ടാണ് മകളുടെ തട്ടിപ്പ് കേസ് പുറത്തു വന്നത്. എന്നാൽ ഇപ്പോഴിതാ മകൾക്ക് പുറമെ മകനും ഒരു തട്ടിപ്പ് വീരൻ എന്നും പറഞ്ഞ് പിന്നാലെ ഇ.ഡി. വന്നിരിക്കുകയാണ്. ഇനി രാജിയല്ലാതെ വേറെ വഴിയില്ല എന്ന് CPM-ന്റെ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം MA ബേബി നേരിട്ട് തന്നെ ഇടപെട്ടിരിക്കുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ മകന് ഇ.ഡി. സമൻസ് അയച്ചു എന്ന വാർത്ത കുറച്ച് ദിവസങ്ങളിലായി മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആ സമൻസ് ലഭിച്ചോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയോ മകനോ ഒന്നും മൊഴിഞ്ഞിട്ട് പോലുമില്ല. വിഷയത്തിൽ വ്യക്തത വരുത്താത്ത CPM സംസ്ഥാന നേതൃത്വത്തെ വെട്ടിലാക്കിയിരിക്കുകയാണിപ്പോൾ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി. സമൻസ് ലഭിച്ചു എന്ന വെളിപ്പെടുത്തൽ MA ബേബി സ്ഥിരീകരിച്ചിരിക്കുന്നു. മാത്രമല്ല ഇ.ഡി. മുഖ്യമന്ത്രിയുടെ മകനയച്ച സമൻസ് പിൻവലിച്ചു എന്നാണ് MA ബേബി പറയുന്നത്. ഞങ്ങൾ ഇതേപ്പറ്റി ഒന്നും അറിഞ്ഞില്ല എന്ന് ഭാവിച്ച അണികൾക്ക് ഓർക്കാപ്പുറത്തൊരു കൊട്ട് തന്നെയാണ് MA ബേബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കെട്ടിച്ചമച്ച നോട്ടീസാണ് അയച്ചതെന്നും അസംബന്ധം എന്നതിനാൽ ഇ.ഡിക്ക് നോട്ടീസ് പിൻവലിക്കേണ്ടി വന്നു എന്നും MA ബേബി പറയുമ്പോൾ ഈ വിഷയം അറിയുകയേ ഇല്ല എന്ന് നടിച്ചവർ ഇനി എവിടെ ഓടിയൊളിക്കും എന്നതാണ് ആലോചിച്ചു പോകുന്നത്. കാരണം മകന് ഇങ്ങനെയൊരു നോട്ടീസ് വന്ന വിഷയം എല്ലാവരും ചർച്ച ചെയ്യാൻ പോവുകയാണ്. അപ്പോഴാണ് ഇപ്പോൾ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്, ലൈഫ് മിഷൻ കേസിലല്ല ഇത് വന്നിരിക്കുന്നത്, ഇത് ലാവ്ലിൻ കേസിൽ പണം പറ്റിയതുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ മകന് നോട്ടീസ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. വിഷയത്തെ പച്ചക്കള്ളമാണെന്ന് പറയുമ്പോഴും മാധ്യമങ്ങൾക്ക് അന്തിച്ചർച്ചയ്ക്കുള്ള ഒരു വിഷയം മാത്രമാണ് ഇതെന്ന വാദം ഉയർത്തുമ്പോഴും ഒരു കാര്യവുമില്ലാതെ വെറുതെ അങ്ങ് ഇ.ഡി. സമൻസുമായി എത്തുമോ എന്നത് ചോദ്യചിഹ്നമാണ്. ഇങ്ങനെയൊരു ചോദ്യചിഹ്നം അല്ലെങ്കിൽ ചോദ്യം അല്ലെങ്കിൽ ഒരു ചർച്ചാ വിഷയം ഈ സമൂഹത്തിന് മുന്നിൽ ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇപ്പോൾ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി MA ബേബിയാണ്. അന്വേഷണത്തിൽ മതിയായ തെളിവുകളില്ലാതെ എന്തായാലും മുഖ്യമന്ത്രിയുടെ മകന് വെറുതെ അങ്ങ് സമൻസ് അയക്കാൻ മാത്രം ബോധം കെട്ടവരാണ് ഇ.ഡി. ഉദ്യോഗസ്ഥരെന്ന് തോന്നുന്നില്ല. എന്തായാലും സമൻസ് വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ മുഖ്യന്റെ അരുമ മകനെ ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് അനിൽ അക്കരെ ധനമന്ത്രാലയത്തിനും ഇ.ഡിക്കും പരാതി നൽകിയിട്ടുണ്ട്. വിചാരണ നീട്ടി അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നിരിക്കുന്നത് എന്ന് ഏതാണ്ട് വ്യക്തമാണ്. 4-ാം പ്രതി ഈജിപ്ഷ്യൻ പൗരനെ അറസ്റ്റ് ചെയ്യാത്തതിന് പിന്നിലും ഈ അട്ടിമറി നീക്കം തന്നെയാണെന്നൊരു സംശയമാണ് ബലപ്പെടുന്നത്. അങ്ങനെയിരിക്കുമ്പോൾ ഈ ലൈഫ് മിഷന്റെ കഥ മാത്രമല്ല ഇതിൻ്റെ പിന്നിലെന്നും ലാവ്ലിൻ കേസിൽ നടത്തിയ വലിയ തട്ടിപ്പിൻ്റെ പണം പറ്റിയതുമായി ബന്ധപ്പെട്ടാണ് മകനെ ഇ.ഡി. സമൻസ് അയച്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് എന്നുമുള്ള വാർത്തകൾ ഇപ്പോൾ അതിനോടൊപ്പം പുറത്തു വരുന്നു. സമൻസ് അയച്ചത് ശരിയാണ് എന്നും അത് ഇ.ഡി. തന്നെ മുക്കിയെന്നും ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞത് ഈ വിഷയം വലിയ ചർച്ചയാക്കാൻ തന്നെയാണ്. മകനെ സംരക്ഷിക്കേണ്ടത് മുഖ്യന്റെ ഉത്തരവാദിത്തമാണ്. 4 ആൾ മകന് സമൻസ് അയച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപക്ഷെ മുഖ്യന് നാണക്കേടാകും. അതാകും കള്ളന്മാരെ സംരക്ഷിക്കില്ലെന്ന് പറഞ്ഞ മുഖ്യൻ മകന്റെ കാര്യം പാർട്ടി നേതൃത്വത്തിൽ നിന്ന് മറച്ചു വച്ചതിന് പിന്നിലും. പക്ഷെ അങ്ങനെ മറച്ചു വെക്കാൻ ദേശീയ സെക്രട്ടറി വിടില്ല എന്നുറപ്പിച്ചു. സമൻസ് അയച്ചതും ഇതൊന്നും ആരും അറിയാതെ മുക്കിയതും മുഖ്യന്റെ തന്നെ ഒത്താശയോടെയാണെന്നത് ഏതാണ്ട് ഉറപ്പാണ്. അതാണ് MA ബേബി ഒന്ന് പൊട്ടിച്ചു വിട്ടത്. പാതി വഴിയിൽ അന്വേഷണം വഴിമുട്ടിയതാണോ, നിർബന്ധപൂർവം സമൻസ് പിൻവലിച്ചതാണോ എന്നറിയണമെങ്കിൽ കൃത്യമായ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ സമൻസ് വിഷയം മുഖ്യമന്ത്രിയുടെ ഉറക്കം കെടുത്തുകയാണ്. അതിപ്പോൾ ലൈഫ് മിഷനിൽ മാത്രമല്ല ലാവ്ലിൻ കേസിലും പെട്ടാണ് മകനിങ്ങനെ നിരന്തരം പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നറിയുമ്പോൾ അത് ഈ കേരളത്തിൽ വലിയ ചർച്ച എന്ന് മാത്രമല്ല CPM നേതൃത്വം തന്നെ ഇത് കാര്യമായി എടുത്തിരിക്കുന്നു. ഇനി മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തുടരണോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നുള്ളത് വരെ തീരുമാനിക്കാൻ പോളിറ്റ് ബ്യൂറോ തയ്യാറായേക്കും എന്നുള്ളതിൻ്റെ സൂചനകളാണ് MA ബേബി നൽകിയിരിക്കുന്നത്.